ഭൂട്ടാൻകാർ വിവാദ ചർച്ചകൾക്കിടെയാണ് ഇപ്പോൾ ഒരു പുതിയ ചർച്ച ഉയർന്നു വരുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വീട്ടിൽ ഒരു മാസം മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഉടമസ്ഥതാ രേഖയിൽ കൃത്രിമം കാട്ടിയെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഒരു വർഷം ഉപയോഗിച്ച ശേഷമാണ് മിനി കൂപ്പർ കാബ്രിയോ കാർ 2018 ജനുവരി 22 പുനലൂർ ആർടി ഓഫീസിൽ നിന്ന് കേരള രജിസ്ട്രേഷൻ എടുത്തത്. പുതുച്ചേരിയിലെ രേഖകളിൽ രണ്ടാമത്തെ ഉടമയായിരുന്ന മന്ത്രിയുടെ ഭാര്യ ബിന്ദു കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഉടമയായി എന്നതാണ് അത്ഭുതം. അന്യ സംസ്ഥാനത്തു നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിനു പകരം ടൈപ്പ് ന്യൂ എന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ചേർത്തിരുന്നു. കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായ സമയത്തായിരുന്നു ഈ ഒരു മാറ്റം. ഭൂട്ടാൻ കാർ വിവാദം ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. നടന്മാരും വ്യവസായികളും അടക്കം നിരവധി പേർ ഈ ഒരു കാർ വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു പുതിയ വിഷയം ചർച്ചയായി വരുന്നത്. ഇത്തരത്തിൽ ഒരു കാർ വിവാദത്തിൽ പെട്ടുകിടക്കുന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. ഈ ഒരു ഭൂട്ടാൻ കാർ വിവാദം ചർച്ചയായി നിൽക്കുമ്പോൾ അതേപോലെ തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാറും ഇത്തരത്തിൽ ഒരു ആഡംബര കാറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ, അതായത് ആരോപണത്തിൽ പെട്ടിരിക്കുന്നത്. അതായത് ഗണേഷ് കുമാറിന്റെ വീട്ടിൽ ഒരു മാസം മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഉടമസ്ഥതാ രേഖയിൽ കൃത്രിമം കാട്ടിയെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഒരു വർഷം ഉപയോഗിച്ച ശേഷമാണ് മിനി കൂപ്പർ കാബ്രിയോ എന്ന കാർ 2018 ജനുവരി 22 പുനലൂർ ആർടി ഓഫീസിൽ നിന്ന് കേരള രജിസ്ട്രേഷൻ എടുത്തത്. പുതുച്ചേരിയിലെ രേഖകളിൽ രണ്ടാമത്തെ ഉടമയായിരുന്ന മന്ത്രിയുടെ ഭാര്യ ബിന്ദു കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഉടമയായി എന്നതാണ് ഇതിന്റെ ഒരു അത്ഭുതം. അന്യ സംസ്ഥാനത്ത് നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിനു പകരം ടൈപ്പ് ന്യൂ എന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ചേർത്തു വെച്ചു അത്രേ. കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായ സമയത്തായിരുന്നു ഈ മാറ്റവും. സിംഗിൾ യൂസ്ഡ് കാറുകൾക്ക് ആവശ്യക്കാർ സെക്കൻഡ് മാർക്കറ്റിൽ ഏറെയാണ്. ഇതിനു വേണ്ടിയാണോ ഈ തിരുത്ത് എന്നതും ഉയർന്ന ഒരു ചോദ്യമാണ്. 2012 നിർമ്മിച്ച ഇറക്കുമതി ചെയ്ത കാർ 2013 ജൂൺ 12 നാഗ്പൂർ റൂറലിൽ MH40 AC 6666 എന്ന നമ്പറിൽ അവിടുത്തെ ഒരു വാഹന ഡീലർ ആദ്യ ഉടമയായി രജിസ്റ്റർ ചെയ്തത്. 2017 പിന്നീട് അത് പുതുച്ചേരിയിലെ കാർ പാലസ് നമ്പർ 225 സുബ്ബരായ പിള്ള സ്ട്രീറ്റ് എന്ന വിലാസത്തിൽ മന്ത്രിയുടെ ഭാര്യയുടെ പേരിലേക്ക് PYCQ 0012 എന്ന നമ്പറിൽ ഉടമസ്ഥാവകാശം മാറ്റിയെടുക്കുകയായിരുന്നു. വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന നിലയ്ക്കാണ് ഓണർഷിപ്പ് സീരിയൽ നമ്പർ 1 എന്ന് രേഖപ്പെടുത്തിയതെന്ന് മറുപടിയാണ് ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മന്ത്രിയോട് വിശദീകരണം തേടാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ മാസം ഈ കാർ വിൽപ്പന നടത്തിയതായി വിവരമുണ്ടെങ്കിലും സ്ഥിരീകരണമൊന്നും ഇതുവരെ ആയിട്ടില്ല. ഈ കാർ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം നടത്തിയതെന്നാണ് ഉയർന്ന വാദവും. ഇന്നലെ വാഹനപ്രേമികൾക്ക് സിനിമാ ആരാധകർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയൊക്കെ വീട്ടിൽ കസ്റ്റംസ് വകുപ്പ് നടത്തിയ റെയ്ഡ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കേരളത്തിൽ എത്തിച്ചിട്ടുള്ള ഈ ആഡംബര വാഹനങ്ങൾ കൈവശം വെച്ചതിനാണ് താരങ്ങളുടെ വസതിയിലൊക്കെ ഇന്നലെ കസ്റ്റംസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ വന്നത്. കാരണം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇതിനു മുന്നേ നടന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കസ്റ്റംസ് ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും ഒരേ സമയം ഏകദേശം 50 സ്ഥലങ്ങളിലോളമാണ് റെയ്ഡ് നടത്തിയത്. കേരളത്തിലെ മലപ്പുറത്ത് ഏകദേശം 11 പേരാണ് ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ വാഹനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കസ്റ്റംസ് റെയ്ഡ് നടത്തിയെങ്കിലും വാഹനങ്ങൾ കണ്ടെത്താൻ നിലവിലായിട്ടില്ല. എന്നാൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ദുൽഖറിന്റെ 2 വാഹനങ്ങൾ ഇത്തരത്തിൽ പിടിക്കുകയും അതിന്റെ വിശദമായ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അതുപോലെയല്ല അമിത് ചക്കാലക്കലിന് നേരെ ഈ ഇത്തരത്തിൽ കസ്റ്റംസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ബിനാമി പേരുകളുടെ പേരിൽ ഇത്തരത്തിലുള്ള കാറുകൾ വാങ്ങിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. താരങ്ങളുടെ വസതികൾ കൂടാതെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള കാർ ഷോറൂമുകളിലേക്കും ഇടുക്കിയിലെ ഒരു ഇൻഫ്ലുവൻസറുടെ മറ്റും വ്യവസായികളുടെ വീടുകളിലെയൊക്കെ വാഹന ഡീലർമാരുടെ ഇടനിലക്കാരുടെയൊക്കെ വീടുകളിൽ
സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള കസ്റ്റംസിന്റെ റെയ്ഡ് നടന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ദുൽഖറിന്റെ ഗ്യാരേജിൽ നിന്ന് ലാൻഡ് റോവർ ഡിഫൻഡർ ഉൾപ്പെടെ 2 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. അന്വേഷണ വിധേയമായി 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അമിത് ചക്കാലിക്കലിന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 20ഓളം വാഹനങ്ങൾ ഇതിനോടകം കസ്റ്റംസ് കസ്റ്റഡിയിലാക്കി എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. എക്സൈസ് തീരുവ വെട്ടിച്ച് കേരളത്തിൽ എത്തിച്ച ഏകദേശം 200ഓളം ആഡംബര വാഹനങ്ങൾ കണ്ടെത്താനാണ് ഈ പരിശോധന ലക്ഷ്യമിട്ടത്. ദുൽഖറിന് കസ്റ്റംസ് സമൻസ് അയക്കുമെന്നും കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഒരുപക്ഷെ ഈ നടന്മാർക്കൊന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതേസമയം കാർ കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് കീഴിലുള്ള അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ED കൂടി ഇപ്പോൾ ഈ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത് ബ്ലാക്ക് മണി വെട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി വരുന്നു. മാത്രമല്ല NIA കൂടി ഇതിനകത്ത് അന്വേഷണം വിധേയമാകാൻ സാധ്യതയുണ്ട്. NIA അന്വേഷണം വിധേയമാകാൻ സാധ്യത വരുന്നതിനുള്ള കാരണം തീവ്രവാദികളോ മറ്റുള്ളവരോ ഇത്തരത്തിൽ കാറുകൾ വാഹനങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് കടത്തുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്ലാക്ക് മണീസിന്റെ ഏർപ്പാടുകളുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചില സാധ്യതകളുടെ പുറത്താണ് NIA കൂടി ഇത്തരത്തിൽ അന്വേഷണം വിധേയമാകുന്നത്. ഏതായാലും നടന്മാരുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ക്രിമിനൽ ഒഫൻസായിട്ട് തന്നെ ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇതിനു മുന്നേയും ദുൽഖറിനും പൃഥ്വിരാജിനുമൊക്കെ ഇടയിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസുകൾ എല്ലാ വർഷവും പല രീതിയിൽ അയക്കാറുണ്ട്. പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ. കഴിഞ്ഞ തവണ എമ്പുരാൻ റിലീസിന് ശേഷവും 2025 പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വർഷങ്ങൾ തോറും ഇത്തരം നടന്മാരുടെ ഇടയിലേക്ക് ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതിൽ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ EDയും NIA ഒക്കെ ഉള്ള ഒരു അന്വേഷണത്തിൽ ഇവർ പെടുമോ, എത്തരത്തിലാണ് ഇവരെ ഇതിന് ബാധിക്കുക എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഇതിനിടയിൽ കസ്റ്റംസ് ഓഫീസർ നടത്തിയ പ്രസ് മീറ്റിന്റെ ഇടയിൽ ഒരു കോൾ വരികയും അതിനുശേഷം ആ പ്രസ് മീറ്റ് അദ്ദേഹം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അതും ആരാണ് ഇത്തരത്തിൽ പ്രസ് മീറ്റ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടത് എന്നുള്ള സംശയങ്ങളും ഒരുപക്ഷെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തേടുന്നുണ്ട്. ഏതായാലും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൽ നിന്ന് കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥർക്ക് പ്രാഥമിക വിവരങ്ങൾ തേടിയതായി ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും EDയുടെ ഒരു അന്വേഷണവും കൂടി വരുമ്പോൾ എത്രമാത്രം ഈ നടന്മാരെയും നമ്മുടെ കേരളത്തിലുള്ള വ്യവസായികളെയൊക്കെ ബാധിക്കുമെന്നുള്ളത് അറിയില്ല. കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ ഒരു സാക്ഷിയായി മാത്രം അംഗീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ കേസ് അങ്ങനെ അത്തരത്തിൽ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റുള്ള ബിനാമി ഇടപാടുകളോ ബ്ലാക്ക് മണീസ് ഇടപാടുകളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു രീതിയിൽ നിയമപരമായിട്ട് ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. മാത്രമല്ല NIAയുടെ അന്വേഷണത്തിൽ കൂടി ഇത് വലിയ രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ബാധ്യതകൾ, ഇവരുടെ അസറ്റുകൾ, ഇവരുടെ ആസ്തികളിലേക്കൊക്കെ ഒരുപക്ഷെ അന്വേഷണം തിരിയാൻ സാധ്യതയുണ്ട്. ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഏതായാലും പ്രസ് മീറ്റിനിടയിൽ താൽക്കാലികമായിട്ട് കസ്റ്റംസിന്റെ പ്രിവന്റീവ് ഉദ്യോഗസ്ഥനെ തടഞ്ഞുവെങ്കിലും അത് ആര് എന്നുള്ളൊരു ചിന്തയും ഉയരുന്നുണ്ട്. ഏതായാലും ഒരു വൻ മാഫിയ തന്നെ ഇതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. ഏതായാലും വരുന്ന തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത് അറിയാൻ കഴിയത്തുള്ളൂ. ഏതായാലും ഗണേഷ് കുമാറും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണ വിധേയമായി വന്നിട്ടുണ്ട്. ഈ ഒരു കാറുമായി ബന്ധപ്പെട്ട് ഇത് ഈ രീതിയിൽ മന്ത്രിയുടെ വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇനി ഏതായാലും അന്വേഷണം അദ്ദേഹത്തിലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിലേക്കും ഈ ഒരു അന്വേഷണം പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും എങ്ങനെയാണ് എത്തരത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു കാർ ഇങ്ങനെ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ മാറ്റാൻ സാധിച്ചത് എന്നുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇനി മന്ത്രിയും പെടുമോ എന്നുള്ളത് കണ്ടറിയാം.